ദീപം യൂട്യൂബ് ചാനലിന്റെ ടേണിംഗ് പോയിന്റ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. Turning point, turning point, turning point, turning point, turning point, turning point, turning point. കളമശ്ശേരിയിലുള്ള മെട്രോമൈൻഡ് എന്ന ഹോസ്പിറ്റലിന്റെ സാരഥിയായിട്ടുള്ള ഡോക്ടർ തൽഹാത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം. Turning point, turning point, turning point, turning point, turning point, turning point, turning point. മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പിന്നെ കോട്ടയത്ത് നിന്ന് MDയും കഴിഞ്ഞാണ് സൈക്യാട്രിയിൽ. ഞാൻ ഒരു 10 ഇയേഴ്സായിട്ട് സൈക്യാട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഞാനിപ്പോൾ കളമശ്ശേരിയിലാണ് മെട്രോമൈൻ എന്നുള്ള സ്ഥാപനം നടത്തുന്നത്. ഇന്ന് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ഏതൊക്കെ ലഹരി മരുന്നുകളാണ് വ്യാപകമായിട്ടുള്ളത്? കേരളത്തിൻ്റെ ലഹരി ഉപയോഗം നമ്മൾ കഴിഞ്ഞൊരു 2000 മുതൽ 2025 വരെ 25 കൊല്ലം നോക്കി കഴിയുമ്പോൾ ചില മാറ്റങ്ങളെന്നല്ല, ചില വലിയ വലിയ മാറ്റങ്ങളുണ്ട്. കാരണം പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളും അല്ലെങ്കിൽ നിക്കോട്ടിൻ, സിഗരറ്റും, പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഞ്ചാവും, പിന്നെ ഒരു 60s 70s കുറച്ച് കറുപ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. അതിന്ന് കേരളം 2005 ആയി കഴിയുമ്പം കഞ്ചാവിൻ്റെ ഉപയോഗം കുറച്ചും കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. 2010 ശേഷമാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ സിന്തറ്റിക് ഡ്രഗ്സുകൾ. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പം MDMA, LSD, കൊക്കെയിൻ, ഹെറോയിൻ, DMT ഇങ്ങനെയുള്ള മരുന്നുകളിലേക്കുള്ള സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് 2010 ശേഷമാണ് മെല്ലെ മെല്ലെ അതിലേക്ക് പോയിട്ടുള്ളത്. കുറച്ചു കാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ മാജിക് മഷ്റൂം. എന്താണ് ഡോക്ടർ മാജിക് മഷ്റൂം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്, ബട്ട് എല്ലാ ആൾക്കാരും ചെറിയ ഡിപ്രഷൻ വരുമ്പോൾ, എസ്പെഷ്യലി യുവതലമുറയിലെ ആൾക്കാർ, അവർ മഷ്റൂം ഇടാൻ വേണ്ടിയിട്ട് കൊടൈക്കനാലിലും മൂന്നാറിലെ ചില സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. കാരണം ഈ മഷ്റൂമിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അതിനൊരു ലീഗാലിറ്റിയിൽ ഇത് എവിടെ വരും എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. ലീഗലാണെങ്കിലും ഇല്ലീഗലാണെന്നുണ്ടെങ്കിലും മഷ്റൂമിൻ്റെ ഉപയോഗം 2 രീതിയിലാണ്. അതിന് ഇപ്പം കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് ഈ പറയുന്നത് പോലെ, എല്ലാവരും പറയുന്ന പോലെ മഷ്റൂം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ല. മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം ഡിപ്രഷനിലാണെങ്കിലും PTSD അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മഷ്റൂം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുമ്പം അത് ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. അതൊരു സയൻസിൽ അല്ല ഒരു സ്റ്റഡിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഡോസും വളരെ വ്യക്തമായിട്ടുള്ള ക്വാളിറ്റി അറിഞ്ഞിട്ടുള്ള മഷ്റൂംസ് ഉപയോഗിക്കുമ്പം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു കറിയിൽ ഉപ്പിടുമ്പോൾ വളരെ വ്യക്തമായിട്ട് അളന്ന് മുറിച്ചാണല്ലോ ഇടുന്നത്. പക്ഷെ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ചെറിയ ഡിപ്രഷനും ഇതൊക്കെ വരുമ്പം, അല്ലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പം, അവർ ഉള്ള അറിവ് വെച്ചിട്ട് മഷ്റൂം ഇടാൻ പോകും. ചില ആൾക്കാർക്ക് ഈ മഷ്റൂം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സൈക്കോസിസ് ഒക്കെ ഉണ്ടാക്കും, ബാഡ് ട്രിപ്പ് ഉണ്ടാക്കും. ഒരൊറ്റ ഉപയോഗം തന്നെ ചിലപ്പം ഒരു പക്ഷേ ബുദ്ധിമുട്ട്, ഒരുപാട് കാലത്തേക്ക് ബുദ്ധിമുട്ടിരുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ആ ടൈമിലെല്ലാം ഉണ്ടാവുക 5-6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് ആങ്സൈറ്റി കൂടുന്നതായിട്ടും മറ്റ് ഇതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലിപ്പം ഇതിനൊരു കുഴപ്പമെന്ന് പറയുമ്പം, ഈ പോലീസ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമേ ജനങ്ങൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും അറിയുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിലൊരു കാര്യമാണ് ഈ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ലഹരികളെ പറ്റി ഇങ്ങനെ പറയുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ പോസിറ്റീവ് ഗുണമുണ്ട്. ആ പോസിറ്റീവ് ഗുണം ഇൻ്റർനെറ്റിൽ വായിച്ച് നമ്മൾ കൊടൈക്കനാൽ പോയി സാധനം ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം ആ പോസിറ്റീവ് ഗുണം കിട്ടുന്നതിന് കുറേ
മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് കൊടുക്കണം, എത്ര ഡോസ് കൊടുക്കണം, ഇത് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാമാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിർണ്ണയിക്കുന്നത്. ഇത് നമ്മൾ നാട്ടിലെ ആൾക്കാർ കൊടൈക്കനാലിൽ പോയി അവിടുന്ന് മഷ്റൂം വാങ്ങിച്ചിട്ട് ഒരു 5-6 എണ്ണം എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അതൊക്കെ ബ്രെയിനിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി യാതൊരുവിധ ഐഡിയ. കുട്ടികളുടെ ലഹരി ഉപയോഗം പേരൻസിനെ എങ്ങനെ മനസ്സിലാക്കാം? എന്താണ് അതിനുള്ള പരിഹാരം? നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡ്രഗ്സിനെ പറ്റിയും നമ്മളൊരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകുന്നത് ഏതൊരു സാധാരണക്കാരനും ഭയങ്കര നല്ലതാണ്. കാരണം പലപ്പോഴും ഈ പത്രമാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി എഴുതുമ്പം അത് വായനക്കാരെ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, പഴയ ഒരു ട്രഡീഷണൽ മാധ്യമങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ. കാരണം അവർക്കറിയാം എങ്ങനെ, ഉദാഹരണം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം കണ്ടന്റ് ചെയ്യുന്ന പിള്ളേർക്കറിയാം അത് എങ്ങനെ ആൾക്കാരെ കൊണ്ട് കണ്ടന്റ് കാണിപ്പിക്കണം എന്നുള്ളത്. അതുപോലെ പഴയ പത്രമാധ്യമങ്ങൾക്ക് അവരുടെ ഒരു രീതി വെച്ചിട്ട് ഈ പല ലഹരി ഉപയോഗങ്ങളെ അല്ലെങ്കിൽ ലഹരികളെ പറ്റി എഴുതുമ്പോഴും ഇപ്പോൾ ഉള്ളൊരു ജനറേഷന് അതിനെ പറ്റിയിട്ടുള്ള നോളജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അവരത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വളരെ കാര്യമായിട്ട് എടുക്കൂല. കാരണം അതൊരു അമ്മാവന്മാരുടെ ഒരു വർത്തമാനമായിട്ടേ. ഇപ്പോൾ കേരള പോലീസിനെ അല്ലാതെ ഒരാൾ പോലും കേരള പോലീസിനെ അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അല്ലാതെ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതുന്നതിനെ പറ്റിയൊന്നും അവരൊട്ടും ബോധേഡല്ല. കാരണം പലപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥ നോളജ് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ചാനലുകളിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഇതുവരെ ഒരു രോഗിയെ പോലും ചികിത്സിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസുമായിട്ട് അവർക്ക് യാതൊരുവിധ അടുപ്പവും ഉണ്ടാവില്ല. അപ്പം അവരിങ്ങനെ ഒന്ന് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പിന്നെ പലപ്പോഴും ഈ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള സമരം അല്ലെങ്കിൽ അതിനെതിരെയുള്ള പോരാട്ടം ഈ മറ്റു പല കാര്യങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ, ഇപ്പോൾ ഉദാഹരണം വർഗീയത അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ ഉപയോഗിക്കുന്ന പോലെ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മയക്കുമരുന്ന്. അപ്പം പലപ്പോഴും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ പേടിയുള്ള കാര്യങ്ങളാണ്. ഉദാഹരണം, നമ്മളെ നാട്ടിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന അവർക്ക് നമ്മളെ ജോലി അവരൊക്കെ എടുക്കുന്നു, അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ മയക്കുമരുന്ന്, എല്ലാവർക്കും പിള്ളേരുണ്ട്, ഈ പിള്ളേരൊക്കെ നാളെ എന്താവും, ഇത് മനുഷ്യർക്ക് പേടിയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയക്കാർ അന്നും ഇന്നും എപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട്. അത് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പം പോലീസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രീതികളാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ലഹരി ഉപയോഗത്തിനെ പറ്റിയും ലഹരികളെ പറ്റിയും ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു രീതി ഡിഫറെൻ്റ് ആണ്. അവരത് ക്രൈമുമായിട്ടാണ് പലപ്പോഴും ബന്ധിപ്പിക്കാറുള്ളത്. തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ലഹരി ഉപയോഗം പല ക്രൈമിൻ്റെയും ഒരു പ്രധാന ഉറവിടം തന്നെയാണ്. പക്ഷെ അതിനെ മെഡിക്കലി ലിങ്ക് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം മെഡിക്കലി ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ കാര്യങ്ങളും, എന്താണ് ഇത് ബ്രെയിനിൽ ഉണ്ടാക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ആൾക്കാർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യവും കഞ്ചാവ് ഭയങ്കര കുഴപ്പമുള്ള കാര്യം എന്നുള്ളതാണ്. അത് കേരളത്തിൽ ഒരുപാട് ബാറുകളുണ്ട്, ഒരു വലിയ കച്ചവടമാണ്. അപ്പം അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു സംഭവം പറയുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കള്ളിനെക്കാട്ടും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കഞ്ചാവിനെക്കാട്ടും ഏറ്റവും അധികം നമ്മുടെ വയലൻസിൻ്റെ കാര്യം ആൽക്കഹോളാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ ഹെൽത്ത് നശിപ്പിക്കുന്നത് സിഗരറ്റാണ്, അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിഗരറ്റും കള്ളും ലീഗലാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ലീഗലാണെന്നും പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഘോരമായി പ്രസംഗിക്കുന്ന അമ്മാവന്മാരെ കാണുമ്പം എന്താണ് യുവതലമുറക്ക് തോന്നുക? വളരെ
എന്തൊക്കെയോ പറയുന്ന പൊട്ടന്മാരായിട്ടേ തോന്നത്തുള്ളൂ, അങ്ങനെ എടുക്കത്തുള്ളൂ. പക്ഷെ ഇതിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, അതിപ്പം യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും US-ലാണെന്നുണ്ടെങ്കിലും സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ഇവിടെ എല്ലാം 1, 1, 2 എവിടെയും 1, 1 കൂട്ടിയാൽ 15 കിട്ടാറില്ല. അതുപോലെ ലഹരികളെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തിരിച്ചറിവ്, അതാണ് ഈ തലമുറയിലുള്ള ആൾക്കാർക്ക് വേണ്ടത്. കുറച്ച് ക്രിയാറ്റിനും കൂടുതലാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഫേസ് ആൾക്കാർ ഭയങ്കരമായിട്ട് നോക്കുന്നു. തലച്ചോറിൻ്റെ കാര്യത്തിനെ പറ്റി വലിയ കാര്യം നോക്കാറില്ല മിക്കവാറും. തലച്ചോറിൻ്റെ വളർച്ചക്കുറവായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത്. പക്ഷേ